കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ രാത്രി വേളയിൽ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ ദൈവവചനവുമായി കടന്നു വന്ന് ശുശ്രൂഷയ്ക്കായി ഒരവസരം കൂടെ കർത്താവ് ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ റോസ് ഫാമിലി ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനായിരിക്കുന്ന റോസലിൻ സിസ്റ്റർ, സുരേഷ് ബ്രദർ, കുഞ്ഞുങ്ങൾ, അവരെ കുടുംബമായി ഓർക്കുന്നു. അപ്പോൾ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസിനെ ഓർക്കുന്നു. അപ്പോൾ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ അംഗങ്ങളും സഹകാരികളുമായി വിവിധ ഇടങ്ങളിൽ കർത്തൃനാമത്തിനു വേണ്ടി നിലകൊള്ളുന്ന നിരവധി പേരുണ്ട്. അവരെ എല്ലാം ഒരു നിമിഷം ഓർത്ത് സ്തോത്രം ചെയ്യുകയും എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം ഈ രാത്രി അറിയിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ചില ദിവസങ്ങളിലായി പ്രത്യേകിച്ച് ഓൺലൈൻ കൺവെൻഷനായി നടന്നു വരികയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ടോപ്പിക്ക്, ഒരു വിഷയം കർത്തൃദാസന്മാർ നമ്മോട് തുടർമാനമായി സംസാരിക്കുകയുണ്ടായി. വിശുദ്ധ ബൈബിളിൻ്റെ കാതലായ സത്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു അനുഭവമാണ് ഈ പ്രത്യേകിച്ച് ഈ റോസ്ലിൻ സിസ്റ്ററുടെ ഈ റോസ് ഫാമിലി എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നത്. ദൈവവചന സത്യങ്ങൾ ഈ കാലങ്ങളിൽ ജനം വ്യക്തമായി അറിയണം. നമുക്കറിയാം, ഒരു സമയത്ത് ജനം ഇതിനെയൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു. ഒത്തിരി തെറ്റിദ്ധാരണകൾ തിരുവെഴുത്തുകളെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും പെന്തക്കോസ്തിനെ കുറിച്ചുമൊക്കെ ആളുകൾക്കുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ പറയട്ടെ, വിശുദ്ധ ബൈബിളിലൂടെ ദൈവം മാനവജാതിക്ക് നൽകി തന്നിരിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ എന്ന് പറയുന്നത് ഏതൊരുവനും വ്യക്തമായി വായിച്ച് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ആ വചനത്തിനൊത്തവണ്ണം നമ്മെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ദൈവസന്നിധിയിൽ കരണീയമായിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിന് വചനത്തെ കോട്ടിമാട്ടി വളയ്ക്കുവാൻ ദൈവത്തിൻ്റെതാണ്. അതിൻ്റെ ആധികാരികത ദൈവത്തിനുള്ളതാണ്. വചനത്തെ കോട്ടിമാട്ടി മറിക്കരുത്, അതിനെ ആരും മുറിക്കരുത്, ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യരുത് എന്ന് ഇവിടെ പറഞ്ഞത് ഇവിടുത്തെ നേതാക്കന്മാരാരുമല്ല. വിശുദ്ധ ബൈബിളിൽ അസന്നിഗ്ധമായി ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ അരുളി ചെയ്തിരിക്കുന്ന സന്ദേശങ്ങൾ അതിനെ കൂട്ടാനോ കുറയ്ക്കാനോ നീട്ടാനോ നിവർത്താനോ കുറച്ചുകൂടെ ചേർത്ത് പണിയാനോ ഒന്നും ഇവിടെ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവശ്വാസ്യമായ ദൈവനിശ്വാസ്യമായ വചനമാണ്. ആ വചനം അത് ദൈവത്തിന്റെ ശ്വാസമാണ്. ദൈവം മാനവജാതിയോട് കൽപ്പിച്ച ദൈവത്തിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ അത് മുഴുവനായി വ്യക്തമായി തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരം തങ്ങളെ തന്നെ ഒരുക്കുവാൻ കഴിയുന്നത് ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ ശുശ്രൂഷകൾ തുടർമാനമായി നിവർത്തിക്കപ്പെടുന്നത്. ഈ വചനം കേൾക്കാത്തവരാരുമല്ല ഞങ്ങളെ ശ്രദ്ധിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ചിലരൊക്കെ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ മുൻവിധിയോടുകൂടി അഭിപ്രായം പറയാറുണ്ട്. പക്ഷെ ഞങ്ങളും ഒരു കാലത്ത് എങ്ങനെ അഭിപ്രായം പറഞ്ഞവരാ. ഈ വചനം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിനകത്ത് പാരമ്പര്യമില്ല, ഞങ്ങൾക്ക് അങ്ങനെയുണ്ട്, ഇതിനകത്ത് ഇങ്ങനെയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞവരാ ഞങ്ങളും. പക്ഷെ സത്യം തിരിച്ചറിഞ്ഞപ്പോഴാ മനസ്സിലായത് ദൈവത്തിന്റെ വചനത്തോളം തൂക്കമുള്ള, ദൈവത്തോളം തൂക്കമുള്ള, സത്യമുള്ള മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലിന് കാരണമാകട്ടെ, സമർപ്പണത്തിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായിട്ട് കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ രാത്രി എനിക്ക് എൻ്റെ
എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയ ഒരു സന്ദേശം. നമുക്കറിയാം, മനുഷ്യൻ ഇന്നെല്ലാം നേട്ടങ്ങളുടെ പുറകെയാണ്. എന്തൊക്കെ നേടാമോ അതിൻ്റെ എല്ലാം പിന്നാലെ മനുഷ്യൻ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ നേടാൻ കഴിയും അതെല്ലാം നേടണം. അതിനുവേണ്ടിയാണ് മനുഷ്യൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയൊരു ദുരാഗ്രഹിയായിരുന്നു. ദ്രവ്യാഗ്രഹിയും ദുരാഗ്രഹിയും ഒക്കെ ആയിരുന്നു. അവന് ഒരു വലിയ ഉന്നതനായ മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിന് വേണ്ടിയാണ് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വലിയ പ്രഭുവായിരുന്നു അദ്ദേഹം. ഒരു ദേശം മുഴുവൻ അടക്കി വാഴുന്ന ഒരു പ്രഭുവായിരുന്നു. ആ പ്രഭു ഒരു ദിവസം ഈ മനുഷ്യന്റെ ദുരാഗ്രഹം കണ്ടിട്ട് പറഞ്ഞു, നിനക്ക് സ്ഥലം കുറവല്ലേ? അതെ, കുറച്ചുകൂടൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് യജമാനനെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, രാവിലെ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്തു നിന്ന് നീ ഓടണം. ഓടിയിട്ട് തിരിച്ചിത്ര മണിയാകുമ്പോൾ ആ സ്ഥലത്ത് തന്നെ നീ വരണം. നീ ഓടുന്ന ചുറ്റളവിൽ എത്ര സ്ഥലമുണ്ടോ ആ സ്ഥലം മുഴുവൻ ഞാൻ നിനക്ക് തരുന്നതായിരിക്കും. കേട്ടപാതി കേക്കാപ്പാതി മനുഷ്യൻ വീണു വണങ്ങിയിട്ട് പറഞ്ഞു, യജമാനനെ, ഞാൻ അങ്ങനെ ചെയ്യാം. അങ്ങ് കാണിക്കുന്ന നല്ല ആ വലിയ സന്തോഷമുണ്ട്. ഏതായാലും ആ സമയത്ത് കാര്യങ്ങൾ ക്രമീകരിച്ചു. ഓട്ടത്തിന് വേണ്ടി ഇവൻ തയ്യാറായി ഓടാൻ തുടങ്ങിയ സൈറൻ മുഴങ്ങി ഇദ്ദേഹം ഓടി. പറഞ്ഞ സമയത്ത് അവിടേക്ക് തന്നെ തിരിച്ചു വരണം. എന്നാലേ എത്രത്തോളം ഓടിയിട്ടുണ്ടോ അത്രയും സ്ഥലം ഇവൻ്റേതാകും. ഇവൻ ഓടി 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 എവിടൊക്കെ ഓടിയെടുക്കാമോ അവിടെ എല്ലാം ഓടിയെടുത്തു. പക്ഷേ സമയത്ത് ഈ വരണ്ട ലക്ഷ്യസ്ഥാനത്ത് വരാൻ കഴിയാതെ കുറച്ച് പുറകിലായിട്ട് വീണ് മരണപ്പെട്ടു പോയി. അവിടം കൊണ്ട് അവൻ ശ്വാസം വലിച്ചു, ഊർധ്വശ്വാസം വലിച്ചു, തീർന്നു. കണ്ടോ, എത്രത്തോളം ഓടിയെടുക്കാമോ അത്രത്തോളം ഓടിയെടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഓട്ടത്തിൽ എന്ത് സംഭവിച്ചു? നേടാവുന്നത് മുഴുവൻ നേടിക്കൊണ്ട് വന്നതാ. പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയാതെ ഊർധ്വശ്വാസം വലിച്ചു, സംഗതി തീർന്നു, ഒന്നും നേടാൻ പറ്റിയില്ല. ഇതല്ലേ മനുഷ്യൻ ഇന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓടുക, എവിടൊക്കെ നേടാമോ, എവിടൊക്കെ ചെല്ലാമോ, എവിടൊക്കെ പോകാമോ, എന്തൊക്കെ കരസ്ഥമാക്കാമോ അതിൻ്റെ എല്ലാം പുറകെയാ. പക്ഷേ ഇവൻ സമ്പാദിച്ചതും നേടിയതും എല്ലാം കൂടെ ആക്കി അഴിച്ചു ഗുണിച്ചു ഹരിച്ചു നോക്കിയാൽ അവസാനം അറിയാം എന്താ നേടിയെന്ന്. അതുകൊണ്ട്